ഏവർക്കും വീക്ഷണത്തിൻ്റെ ചൂണ്ടുവിരൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് സ്വാഗതം. വീണ്ടും രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്. ഓരോ മുന്നണിയും അവരുടെ പ്രചാരണ രംഗത്ത് പരമാവധി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ അവരുടെ പ്രചാരണം സജീവമായി തന്നെ തുടരുകയാണ്. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നമുക്ക് നോക്കാം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ രാജനഗരിയിൽ നിന്നാണ് ചൂണ്ടുവിരൽ പ്രേക്ഷകരോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ ഈ പ്രദേശത്തെ 4 മുതിർന്ന വ്യക്തിത്വങ്ങൾ നമ്മോടൊപ്പമുണ്ട്. അവരെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ദിവാകരൻ. പൂണിത്തുറ പട്ടഞ്ചേരി ഇല്ലത്തുപറമ്പ് റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിപ്പെട്ട ഇല്ലത്തുപറമ്പ് ലൈനിലാണ് താമസം. ആക്ച്വലി ഞാൻ ഒരു വരുത്തനാണ്, മൂവാറ്റുപുഴക്കാരനാണ്. ഞാൻ കൊച്ചിൻ പോർട്ടിൽ ജോലി ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഇവിടെ വന്ന് സ്ഥിരതാമസം ആക്കിയതാണ്. 94 ഇവിടെ സ്ഥിരതാമസം ആക്കിയതാണ്. വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചെറിയ പ്രവർത്തനമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഒരുപാട് വർഷത്തെ അങ്ങനെ ഒരുപാട് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. രാഷ്ട്രീയ പാരമ്പര്യം എന്ന് വെച്ചാൽ ഇല്ല. വിമോചന സമരത്തിൽ വരെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ ഇപ്പോൾ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരോ കേട്ടിട്ടുള്ളവർ തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഞാൻ വിമോചന സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് വിമോചന സമരത്തിൽ എടുത്തിട്ടുള്ളത്. പാമ്പാക്കട MTM ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. അന്നത്തെ അത് പ്രൈവറ്റ് സ്കൂളായിരുന്നു. ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ MV ചെറിയാത്താറാണ്. ആദ്യത്തെ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. ചെറിയാത്താറായിരുന്നു ഞങ്ങളുടെ HM. ആ കേരളത്തിലാണ് അന്ന് വിമോചനത്തിൽ പങ്കെടുക്കാനുള്ള കാരണം. എന്ത് സമരമാണ്, ഏത് സമരമാണെന്നൊന്നും അറിയില്ല. കൊടി പിടിച്ചോളാൻ പറഞ്ഞു, കൊടി പിടിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് എന്തിനാണ് അടി കിട്ടിയത്, എന്തിനാണ് വിമോചന സമരം ഉണ്ടായത്, എന്തിനാണ് വിമോചന സമരത്തിൽ പങ്കെടുത്തത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണത് തന്നെ. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ പോന്നിട്ടുണ്ട്. കെ ബാബു ശങ്കര കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ BSc പഠിക്കുന്നുണ്ട്. ബാബു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ BScക്ക് പഠിക്കുന്നുണ്ട്. ബാബു പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ ബാബു യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചു. അന്നൊക്കെ ഞാൻ ബാബുവിന് വേണ്ടി പണിയെടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറായിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെയാണ് ഞാനൊരു കോൺഗ്രസിൻ്റെ ചായ്വിലേക്ക് തിരിഞ്ഞു വരാനുള്ള കാരണം. അതിനുശേഷം ബാബു ഇവിടെ തൃപ്പൂണിത്തുറ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നു. അന്ന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ബാബുവിൻ്റെ ഒരു പ്രവർത്തനമായിട്ടൊക്കെ പ്രവർത്തിച്ച് പോകുന്നു. എൻ്റെ പേര് ഗ്രേസി വർഗീസ്. എനിക്ക് കേരള രാഷ്ട്രീയമായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ 2 വർഷമായിട്ടേ ഉള്ളൂ ഞങ്ങളിവിടെ വന്ന് സെറ്റിലായിട്ട്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ച് UP രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഭാഗ്യവശാല നെഹ്റുവിൻ്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നെഹ്റുവിൻ്റെ സ്വപ്നമായിരുന്ന ആറ്റോമിക് എനർജി അണുശക്തി വിഭാഗത്തിലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ റിട്ടയറായി സെൻട്രൽ ഗവൺമെൻറ് പെൻഷനറായിട്ട് ജീവിക്കുന്നു. ഇവിടെ സുഭാഷ് നഗറിലെ ഗാന്ധി സ്ക്വയറിനടുത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങളും കുടുംബപരമായിട്ട് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ്. എൻ്റെ പിതാവിനോടൊപ്പം AK ആൻ്റണിയും തെന്നല ബാലകൃഷ്ണ സാറും ഒക്കെ വീട്ടിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. വിവാഹശേഷവും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും കോൺഗ്രസ് ആയിരുന്നു. KK നായർ സാറും മറ്റ് സദാശിവൻ, നമ്മുടെ അഡ്വക്കേറ്റ് സദാശിവൻ നായരും ഇവരുമെല്ലാം വീട്ടിൽ വരുന്നതും അവരെയൊക്കെ പരിചയപ്പെടാനും കാണാനും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ചെറിയ സമയങ്ങളിൽ കൂടുതലാരുമായിട്ട് ഇടപഴകാനോ പാർട്ടിപരമായിട്ട് പ്രവർത്തിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തല്ലുപെട്ടിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. സ്വാമിമാർ ഓടിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയാണ് അവിടെ. നമുക്ക് ചില പാർട്ടികൾക്ക് നമുക്ക് ഇലക്ഷൻ ബൂത്തിലൊന്നും പോകാനും വോട്ടിടാനും അവർ സമ്മതിക്കുകയില്ല. അവർ ഓടിക്കും. നമ്മളെ പോലീസുകാർ പോലും ബൂത്തിനടുത്ത് വരാൻ സമ്മതിക്കുകയില്ല. വാളും വടിയും തോക്കും ഒക്കെ ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് വോട്ടിടാൻ സമ്മതിക്കാതായ സ്ഥിതിക്ക് പിന്നെ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങളുടെ കോളനിയിൽ തന്നെ ഞങ്ങൾക്ക് പ്രത്യേക എംപ്ലോയീസിന് മാത്രമായിട്ട് ബൂത്തുണ്ടാക്കി തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ലോക്കലിൽ പുറത്ത് പോയിട്ട് വോട്ട് ചെയ്യാൻ എല്ലാവർക്കും ഒന്നും പറ്റുകയല്ല. അവിടുത്തെ ലോക്കൽ ഗുണ്ടാണ് സമ്മതിക്കില്ല നമ്മൾ. പക്ഷേ ഇന്നും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണോ? ഇന്നും അങ്ങനെ തന്നെ, യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇവർ പ്രവചനിക്കുന്ന മാതിരിയുള്ള പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നും. എൻ്റെ പേര് ബാലഗോപാൽ.
ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, പൂണിത്തറ തന്നെ. ഞാൻ മഹാരാഷ്ട്ര പഠിക്കുമ്പോൾ KSUവിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. പെൻഷനായി ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് തുടരുന്നു. അത്രേ ഉള്ളൂ. എൻ്റെ പേര് ജോളി വർഗീസ്. ഞാനൊരു അധ്യാപികയായിരുന്നു. 33 വർഷം ഇവിടെ സെൻറ്റ് ജോർജസിൽ പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരുപാട് കുട്ടികൾ എൻ്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിലെ കളി കാണുമ്പോൾ ഈ കുട്ടികൾ ഒരിക്കലും ഈ പഠന കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന ആ ഒരു ചിന്താഗതിയോട് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഒരു 90% യോജിക്കാൻ പറ്റുന്നില്ല. അത് ഒരു വിദ്യാലയം നടക്കുന്നത് ആയുധപ്പുരയായി മാറിപ്പോകുന്നോ അതിൻ്റെ ഒരു വേദന മനസ്സിൽ ഒരുപാട് പേറുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഒരു രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന നിലയിൽ ഒരു വോട്ട് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് വലിയ വേദനയാണ്. അത് കഴിയുന്നതും നമ്മൾ സാധിക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ നിന്ന് പിന്തിരിയുന്നൊരു വലിയ വാശിയുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റേതായ ചൂടും ബഹളങ്ങളും ഒരു വശത്ത് നടക്കും. പക്ഷേ അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടേതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കോട്ടങ്ങളും നേട്ടങ്ങളും നമ്മൾ അംഗീകരിക്കേണ്ടവരാണ്. അപ്പോൾ ആ നിലയിൽ ഇലക്ഷൻ്റെ ചൂട് ഇന്നത്തെ വേനൽ ചൂടിനേക്കാൾ കൊടുമ്പിരി തന്നെ നടക്കട്ടെ. അതിൽ എല്ലാവരും ഓരോ റെസിഡൻസും അതിനുവേണ്ടി വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു വ്യക്തി പോലും വോട്ടിന് മന്ദഗതിയാകരുത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. ആർക്കാണെങ്കിലും ആകട്ടെ, ആ വോട്ട് നഷ്ടപ്പെടുത്തരുത്, ചെയ്യണം. ഈ 4 പേർ മാത്രമല്ല, ഈ പ്രദേശത്തെ മറ്റ് കുറച്ച് പേർ കൂടി ഈ നമ്മുടെ ചൂണ്ടുവരൽ പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, അതായത് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന NDAയുടെ ഗവൺമെൻറ് ആണെങ്കിലും, അതേപോലെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന LDFൻ്റെ ഇടതുമുന്നണിയാണെങ്കിലും, ഈ തിരഞ്ഞെടുപ്പിൽ 2 സർക്കാരുകളും ചെയ്ത ഒട്ടേറെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ, അതായത് കേരളം നമ്പർ 1 തുടരുന്നു, ദേശീയ തലത്തിൽ രാജ്യം മോദിയുടെ കീഴിൽ ഏറ്റവും മികച്ചൊരു രാജ്യമായിട്ട് മുന്നേറുന്നു. ഈ 2 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ 2 സർക്കാരുകളും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ വാഗ്ദാനങ്ങളെ അല്ലെങ്കിൽ ഈ അവകാശവാദത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആണ്ടിലാണ്ടിൽ ഓരോ ഇലക്ഷൻ നടക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കുറേ വാഗ്ദാനങ്ങളും കുറേ ഓഫറുകളും കുറേ ഗ്യാരണ്ടികളും അല്ല, അതങ്ങനെയല്ല. ഇപ്പം പറയുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഗ്യാരണ്ടി, പ്രകടന പത്രികയിൽ കിടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വാഗ്ദാനങ്ങളായിട്ടങ്ങ് പോകുന്നതല്ലാതെ ഇപ്പോൾ തീരദേശത്ത് കടലെടുത്തും കാറ്റുകൊണ്ടും മഴ പെയ്തും അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖല, വനമേഖലകളിൽ കൃഷിക്കാർക്കുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും, ആൾ കൊല്ലണവും കാട്ടുമൃഗങ്ങളുടെ ശല്യവും, ഇതിനൊന്നും ശാശ്വത ഒരു പരിഹാരം ഒരു സർക്കാരും വലുതോ കേന്ദ്ര ഗവൺമെൻറ്റുകളോ ഒക്കെ ഒന്നും വാക്കുകളോ കിട്ടുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായ ഒരു നടപടി കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു കാണുന്ന ഏറ്റവും വലിയ മാനസികമായ ബുദ്ധിമുട്ട്. അതിനൊരു പരിഹാരം കാണാൻ ഇടത് സർക്കാരും ചെയ്യുന്നില്ല, വലത് സർക്കാരും ചെയ്യുന്നില്ല, മന്ത്രിയും ചെയ്യുന്നില്ല, MP MLA കൊണ്ട് കീഴോട്ട് പഞ്ചായത്ത് ബോർഡ് മെമ്പർമാർ വരെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നൊരു സ്റ്റാറ്റസിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ 2 സർക്കാരുകളുടെയും പരസ്യങ്ങളെ ഏറ്റവും അധികം ഇടം പിടിച്ചിരിക്കുന്നത് സ്ത്രീകളാണ്. ഇപ്പം എല്ലാ 2 സർക്കാരുകളുടെയും പത്രങ്ങളിലായാലും ചാനലുകളായാലും ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട്. 2 സർക്കാരുകളും സ്ത്രീക്ഷേമ കാര്യത്തിൽ അത്രയ്ക്ക് മികച്ചതാണോ? രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരാണോ? അല്ലെങ്കിൽ ഒരു വീട്ടമ്മ നിലയിലൊക്കെ സംതൃപ്തരാണോ രാജ്യത്തെ സ്ത്രീകൾ? സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ ഒരു പരസ്യ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതല്ലാതെ സ്ത്രീകളുടെ ക്ഷേമത്തിനായിട്ട് സർക്കാരുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീ സുരക്ഷിതം ഇവർ പറയുമ്പോൾ നമ്മൾ കണക്കുകളെടുത്ത് നോക്കുന്ന ഉടനെ ഓരോ മിനിറ്റിലും എത്ര ബലാത്സംഗങ്ങൾ ചെറിയ കുട്ടികളോടായാലും പ്രായം ചെയ്തവരുടെ പ്രായഭേദം എന്നീ നടക്കുന്നുണ്ട്. ക്രൂരതകൾ എത്രമാത്രം നടക്കുന്നുണ്ട്. വിലക്കയറ്റം, ഒരു ഗൃഹനായിക എന്ന സ്ഥിതിക്ക് നമ്മൾ അടുക്കളയിലോട്ട് കയറുമ്പോൾ ഓരോ സാധനങ്ങൾ എടുത്തു നോക്കുമ്പോഴും മേലോട്ടും താഴോട്ടും നോക്കേണ്ടുന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കടയിൽ പോയി നമ്മൾ പണ്ട് 100 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് കൊണ്ടുവരുന്ന സാധനം ഇന്ന് 10,000 രൂപ കൊടുത്താലും കിട്ടുന്നില്ല.
അതനുസരിച്ചിട്ടുള്ള വരുമാനം നമുക്കില്ല, തൊഴിലവസരങ്ങളില്ല. പെൻഷൻ എന്ന് പറയുന്നത് നിശ്ചിത തുകയാണ്. അത് നമുക്ക് അതിൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും, വാടകയ്ക്കായിരിക്കും ചിലർ താമസിക്കുന്നത്, രോഗികളുണ്ട്, മരുന്ന് വാങ്ങിക്കണം, വാടക കൊടുക്കണം, കറണ്ട് ബില്ല്, വെള്ളം, അങ്ങനെയൊക്കെയുള്ള ചിലവുകൾ ഈ കിട്ടിയത് കൊണ്ട് അവർ ഒന്നും ആകുന്നില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ സന്തോഷിപ്പിച്ച് കുറേ ഫോട്ടോയും ഫ്ലെക്സും അടിച്ചു വെച്ചത് കൊണ്ട് കാര്യമായില്ല. വോട്ട് ബൂത്തിലോട്ട് പോകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഉപയോഗകരമായ ആര് പ്രവർത്തിക്കുന്നു ആ കാൻഡിഡേറ്റിനെ നോക്കി വോട്ട് ചെയ്യുക. നമ്മൾ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളിൽ വീണു പോകരുത്. നാടിനും നാട്ടുകാർക്കും നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നോക്കുക, സുരക്ഷിതമാക്കുന്നത്. ഇപ്പം കുട്ടികളെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്നതായിട്ട് ഓരോ ഫ്ലൈറ്റിലും ആയിരക്കണക്കിന് കുട്ടികളെ കയറ്റി വിടുമെന്ന് പറയുന്നു. അമ്പലങ്ങളും പള്ളികളും മൂർത്തികളും പണിയുന്ന പൈസ കൊണ്ട് എന്തുകൊണ്ട് സ്കൂളും കോളേജും ഉണ്ടാക്കുന്നില്ല? ഇവിടെ തൊഴിലവസരം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമോ? കർണാടക സ്റ്റേറ്റ് നമ്മൾ നോക്കിക്കേ, മലയാളികളുടെ പൈസയാ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മൊത്തം, നഴ്സിംഗ് സ്ഥാപനങ്ങളും മൊത്തം. എന്തുകൊണ്ട് കേരളത്തിൽ അത് വന്നുകൂടാ? നമ്മുടെ പണം നമ്മുടെ നാട്ടിൽ നിൽക്കും, നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിന് അത് ഉപയോഗിക്കും. എന്തുകൊണ്ട് രാഷ്ട്രീയക്കാരും നേതാക്കളും ഒന്നും നോക്കുന്നില്ല? നമ്മൾ സാധാരണക്കാരായ ജനങ്ങളും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. വെറുതെ പോയി റോഡിൽ പോയി മുദ്രാവാക്യം വിളിച്ചതും പ്രതിഷേധം ഉയർത്തിയത് കൊണ്ടും കാര്യമായില്ല. പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളും ഫലവത്താക്കണമെന്ന രീതിയിൽ നമ്മളും അതനുസരിച്ച് വോട്ട് ചെയ്യണം. അതനുസരിച്ചിട്ട് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതനുസരിച്ചായിരിക്കണം നമ്മുടെ നീക്കങ്ങളും. മേഡം പറഞ്ഞതുപോലെ ഇപ്പോൾ ഏതൊരു പൊതുജനത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു പങ്കുണ്ട്. അത് വോട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ സർക്കാരുകളെ കൃത്യമായി ചർച്ച ചെയ്യുക, വിലയിരുത്തുക എന്നൊരു കടം കൂടി പൊതുജനങ്ങൾക്കുണ്ട്. ഇവിടെ പെട്രോൾ, ഡീസൽ, ഇന്ധന വില വർധനവ് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. തുടർച്ചയായി 10 തവണ വില വർദ്ധിപ്പിച്ച ശേഷം ഒരു തവണ 2-3 രൂപ കുറച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ എന്തോ കാര്യം ചെയ്തതായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് 2014 മോദി വന്നപ്പോൾ ആദ്യം പറഞ്ഞത് പെട്രോളിന് 50 രൂപ വയ്ക്കുന്നതാണ്, 50 രൂപ ആക്കുന്നതാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അത് കൂടി വന്ന് ഇപ്പം 110 രൂപ എടുത്ത്. അതുമാതിരി ഗ്യാസിന് വില എത്ര കൂടി? പക്ഷേ ഇവർ പറയണ 2 കോടി ആൾക്കാർക്ക് ഗ്യാസ് കൊടുത്തു എന്നാണ് പറയണേ. പക്ഷെ ഗ്യാസ് കൊടുത്തു, ശരിയാ എല്ലായിടത്തും. പക്ഷെ ആ ഒരു ഗ്യാസിൻ്റെ കുറ്റി തീർന്നിട്ട് പിന്നെ ആരും മേടിക്കണില്ല, കാരണം കാശില്ല. ഗ്യാസിന് പിന്നെ വില കൂടി 1000 രൂപയായി. പിന്നെ ഇപ്പം ഈ മേടിച്ചവർ മുക്കഭാഗം പേരും വീട്ടിൽ ഒരു കുറ്റി തീർന്നിട്ട് ആ കുറ്റി വെച്ച് വർഷങ്ങളായിട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? ഇനി അല്ലാത്ത കാര്യം, നമ്മൾ ഭരണഘടന പ്രകാരം എല്ലാ ജാതിക്കാർക്കും ഓരോ ഇത് കൊടുക്കണം എന്നാണ്. ഇപ്പം മറ്റേ ഇത് പള്ളി പൊളിച്ചിട്ട് അവിടെ അമ്പലം വിടും. അമ്പലം വിടുന്നത് മോഡി അതിന് ഉദ്ഘാടനം ചെയ്യാൻ പോയി അമ്പലത്തിന്. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഗൾഫിൽ അവർ അമ്പലം വിടുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ അങ്ങോട്ട്. അതായത് ഇവിടുത്തെ മുസ്ലിം പള്ളി പൊളിച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് ഗൾഫിൽ പോയിട്ട് അവർ പണിത് ഉദ്ഘാടനം. നാണാവില്ലേ മനുഷ്യന്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ഇത് എനിക്ക് വരാൻ പറ്റില്ല എന്ന് വെറുതെ ഇരുന്നാൽ പോരെ? അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പറയാൻ കുറേ ഉണ്ട്. കാരണം അവർ പറയണൊന്നും നടപ്പാക്കാനല്ല. അവർക്ക് ഈ ജാതി പറഞ്ഞ മുസ്ലിം ഇപ്പം CA നടപ്പാക്കാൻ പോവാണ്. അതിന് കോടതിക്ക് സ്റ്റേ കൊടുക്കാൻ പറ്റില്ല. സ്റ്റേ കൊടുക്കാൻ പറ്റില്ല. കോടതി തന്നെ അതിന് നോക്കി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് അമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അത് പറ്റില്ല എന്ന് വെക്കാനേ പറ്റുള്ളൂ. അതിന് സ്റ്റേ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മേഡത്തിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അതായത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുവാൻ വിദ്യാഭ്യാസം, അതായത് നമുക്ക് രാജ്യത്തിന് തന്നെ അഭിമാനകരമായ ഒരുപാട് സർവകലാശാലകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രാജ്യത്തിൻ്റെ മുമ്പ് UPA സർക്കാരുകളായാലും മുമ്പ് UDF സർക്കാരുകളായാലും ഒക്കെ ഭരിക്കുന്ന സമയത്ത് രാജ്യത്തിനും ലോകരാഷ്ട്രങ്ങളിൽ തന്നെ അഭിമാനമായ ഒരുപാട് സർവകലാശാലകളും മറ്റും നമ്മുടെ രാജ്യത്തുണ്ട്. അതിൻ്റെയൊക്കെ തലപ്പത്ത് സ്വന്തം ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുന്ന ഒരു സമീപകാലത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൂല്യത്തെയും ശോഭയും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത്. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനും തൊഴിൽ സാധ്യതകളിലും വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നതിന് ഏറ്റവും വലിയ കാരണം ഈ സർക്കാരുകളുടെ അലംഭാവമല്ലേ? ഈ 2 ചോദ്യങ്ങൾക്കും ഒന്ന് ഉത്തരം. ഇന്നത്തെ കാഴ്ചപ്പാടിൽ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണ്, കലാലയങ്ങളുമുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞിറങ്ങിയാൽ എവിടെ പോകണം? ജോലി ആര് തരും? ഈ ഒരു വിഷയം നമ്മുടെ നാടിൻ്റെ ശാപമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിൽ നിന്ന് ഏത് വീടെടുത്താലും സ്ഥിതി എന്താണ്? പ്രായമായ ഒരപ്പനും അമ്മയും ഉണ്ടാകും. മറ്റുള്ളവരെല്ലാം തന്നെ
ജീവിതമാർഗത്തിന് വേണ്ടിയാണ് അവർ ഈ കര കടക്കുന്നത്. നമ്മുടെ ഇവിടെ പല കാര്യങ്ങൾക്കും സാധ്യതകളുണ്ട്. ഇവിടെയൊക്കെ അനീതിയും അന്യായവും നടന്നുകൊണ്ടിരിക്കുക. അത് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ. പക്ഷേ വിരലനക്കി കഴിഞ്ഞാലോ ഒന്ന് ശബ്ദിച്ചു കഴിഞ്ഞാലോ അവനകത്തണം. ആ ഒരു പ്രസ്ഥാനമാണ് പലരും ശബ്ദിക്കുന്നത്, സിംഹഗർജനം പോലെ ഇപ്പം ആക്കാതിരിക്കണം. അതുപോലെ ഗർജിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഓരോ അർഹിക്കപ്പെടുന്നവർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ചാൻസുകൾ അമ്പേ മറിഞ്ഞു പോവുകയാണ്. ഇത് പേപ്പർ എടുത്താൽ ദിവസവും കാണാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം തന്നെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ സാധ്യതകളെ തന്നെ വലിച്ചു നീട്ടി ഇല്ലായ്മ ചെയ്യാണ്. അതുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്നത് ഇനി ഒരു ചെറുപ്പക്കാരുള്ള സ്ഥലമാകില്ല. ഇവിടെ ഒരു കുട്ടികളും നിലനിൽക്കാൻ പോകുന്നില്ല. അവസാനം ഇത് വയസ്സന്മാരുടെ ഒരു ലോകമായി പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു നമ്മളെ ഏത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ഏറ്റവും കുട്ടിച്ചോറായി പോയേക്കാണ്. അപ്പോൾ കുട്ടികളെല്ലാവരും അവർ നല്ല ഭാവിക്ക് വേണ്ടി വീട്ടുകാർ സത്യം പറഞ്ഞ കിടപ്പാടം വിറ്റാണ് 16, 18, 20 ലക്ഷം കൊടുത്ത് കുഞ്ഞുങ്ങളെ കടത്തി വിടുന്നത്. അവിടെ ചെന്ന് അവർ നേടി ഈ കടങ്ങൾ ഒരുപാട് ബാധ്യതകൾ മാറ്റി നേടിക്കൊണ്ടുവരികയാണ്. അപ്പം നമ്മുടെ ഇത് നമുക്ക് തന്നെ ജോലി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ചെയ്ത് നമ്മുടെ രാജ്യം ഇതിൽ കൂടുതൽ വളരേണ്ടതാണ്. ആ സാധ്യതയാണ് മയങ്ങിപ്പോകുന്നത്. സംസാരിച്ചു പറയുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് നമ്മുടെ കലാലയങ്ങളുടെ ഒരു സാഹചര്യത്തെ പറ്റിയാണ്. അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിലനിൽക്കുന്നതല്ല, അതിനപ്പുറത്തേക്ക് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു സ്വഭാവത്തിലുണ്ടായ മാറ്റം, പ്രത്യേകിച്ച് സമീപത്ത് സിദ്ധാർത്ഥന്റെ മരണം, SFIയുടേതായ ഒരു അക്രമ രാഷ്ട്രീയം ക്യാമ്പസിൽ വലിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളല്ലേ ഈ കലാലയ രാഷ്ട്രീയത്തെ പിന്നോട്ടടിച്ചതും മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം? സത്യമാണത്. ഇന്നത്തെ പിള്ളേര് മൂല്യച്യുതി എന്ന് പറഞ്ഞാൽ പോരാ, യാതൊന്നും അവർക്ക് ഈ വിദ്യാഭ്യാസം നേടിയിട്ട് അവരുടെ ഭാഗത്തില്ല. നമ്മൾ പണ്ടൊക്കെ പ്രേമം നടന്നാൽ ആ പ്രേമിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ പോലും കുത്തിക്കൊന്നൊരു കഥയുണ്ടോ? ഇത് വെറുതെ ഒരു ഇഷ്ടം തോന്നിയിട്ട് വന്നാൽ അവളെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ അവളെ തീർക്കണം. അത് നമുക്ക് അനുഭവമാണല്ലോ. നമ്മൾ പേപ്പറിൽ വായിച്ച ഒരു 2-3 മരണങ്ങൾ. പിന്നെ കലാലയ രാഷ്ട്രീയം വേണ്ട എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല, വേണം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ ഏത് KSU ആയാലും SFI ആയാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ കുരങ്ങനെ കൊണ്ട് ചോറ് മാന്തിക്കണ പണിയാണ് പിന്നണിയിൽ നടക്കുന്നത്. ഈ മഹാഭാവങ്ങൾ കേട്ടത് പാതി കേൾക്കാതെ പാതി എഴുത്തിയാടും. അങ്ങനെ കലാലയത്തിൻ്റെ ആ മൂല്യവും പോയി, നന്മയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ഇതെവിടം വരെ പോകുന്നു കാത്തിരുന്ന് കാണണം. ഇവിടെ 4 പേർ മാത്രമല്ല, ഈ പ്രദേശത്തെ മറ്റു ചിലർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പം മിക്കവാറും ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അതിനകത്ത് കൃത്യമായ റോളുണ്ട്. ഏറ്റവും വലിയ തോതിൽ നാടിനെ വീർപ്പ് മുട്ടിക്കുകയാണ്. ഒരു അടുക്കളയൊക്കെ നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസകരമാണോ? അതെ, പ്രയാസം. എല്ലാം നല്ല വില, എല്ലാത്തിനും നല്ല വിലയാണ്. എത്ര പൈസ ഉണ്ടെങ്കിലും തികയുന്നില്ല. എന്ത് സാധനം വാങ്ങിക്കാൻ പോലും ഒരു പ്രാവശ്യം വാങ്ങിക്കും, പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അതിനേക്കാളും വില കൂടുതലാണ്. പച്ചക്കറിക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുകയല്ലോ ദിവസം തോറും. ഈ വിലക്കയറ്റത്തിനൊപ്പം തന്നെ നമ്മുടെ തൊഴിൽ വേതനം അതേപോലുള്ള കാര്യങ്ങളിൽ വർധനവ് വരുന്നുണ്ടോ? ഇല്ല, വരുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ പെൻഷൻകാരാണ്. അപ്പോൾ ആ പെൻഷൻ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ആൾക്കാർക്ക് പെൻഷനും കൂടെ കിട്ടിയിട്ടില്ലല്ലോ, അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സാധാരണ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അവർ അതും വെച്ചാണ് പ്രായമുള്ളവർ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും അവർക്ക് ഇപ്പം സാധിക്കുന്നില്ല. സപ്ലൈകോയിലൊക്കെ പോകാറുണ്ടോ? സപ്ലൈകോയിൽ പോയിട്ട് ഇപ്പോൾ ഒരു കാര്യമില്ലല്ലോ. സപ്ലൈകോ എല്ലാം കാലിയായിട്ട് കിടക്കുകയാണല്ലോ. സാധനങ്ങളൊന്നുമില്ല, നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളുമില്ല, അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളുമില്ല, ഉള്ളതിനെല്ലാം വില കൂടുതലുമാണ്. പക്ഷേ മന്ത്രിമാരൊക്കെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറയുന്ന സപ്ലൈകോയിൽ വേണ്ട പോലുള്ള സാധനങ്ങളുണ്ട്, മാധ്യമങ്ങളും മറ്റും ഇല്ലാത്തത് പറയണം. അവിടെ ഇല്ല എന്നുള്ള മറുപടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. അരി പോലും കിട്ടാറില്ല. മറ്റേത് അരി കിട്ടുമ്പോൾ നമുക്കൊരാശ്വാസമായിരുന്നു. ഇപ്പം 45, 50, 60, 55 രൂപയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് അരി വാങ്ങേണ്ട ഒരു സ്ഥിതിയാണ്. ഞാനും ഒരു പെൻഷനറാണ്. പക്ഷേ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയാൽ
ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്കൊന്നും തരാനുള്ള DA എത്ര ഗഡുവായി കിട്ടേണ്ടത്, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പെൻഷൻ മാത്രം ഒരു നിശ്ചിത തുക മാത്രം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന അതാത് കാലത്ത് കിട്ടേണ്ട DA കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസവും ഇത്തിരി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടും കുറയും. സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ടല്ലേ. ഇപ്പം രാജ്യത്തെ പിന്നെ ജനങ്ങളൊക്കെ മോദി ഭരണത്തിൽ സന്തുഷ്ടരാണെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. BJPയുടെ നേതാക്കളും പറയുന്നത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ നല്ല ദിവസങ്ങൾ കേരളത്തിലും വരുമെന്നാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നല്ല നാളുകളിലൂടെയാണോ കടന്നു പോകുന്നത്? ഒരിക്കലുമല്ല. കാരണം വിലക്കയറ്റമാണ് ആദ്യം കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ പെൻഷൻകാർക്ക് പെൻഷൻ വില കിട്ടുന്നില്ല. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് സ്ത്രീകളും കുട്ടികളുമാണ് സമീപത്തൊക്കെ ഒരുപാട് കൊല്ലപ്പെടുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാകുകയൊക്കെ ചെയ്യുന്നത്. നാടിൻ്റെ ക്രമസമാധാന നിലനിർത്തുന്നത് ഈ രണ്ട് സർക്കാരുകളും പരാജയമാണോ? തീർച്ചയായിട്ടും പരാജയമാണ്. സ്ത്രീ സംരക്ഷണം ഒട്ടുമില്ല ഇവിടെ. പെണ്ണുങ്ങൾ ഇവിടെ ആക്ച്വലി പറഞ്ഞാൽ അവർ സ്ട്രിക്റ്റ് റൂൾസ് കൊണ്ടുവരണം. ഭയങ്കരമായിട്ട് പറഞ്ഞാൽ വുമൻ പ്രൊട്ടക്ഷൻ വേണ്ടിയേ ഏറെ പെണ്ണുങ്ങളെ പോലീസിലേക്ക് ആക്ച്വലി റിക്രൂട്ട് ചെയ്യണം. അവരെ ഫോഴ്സിലേക്ക് ഏറെ വുമൻസിനെ സപ്പോർട്ട് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് സ്ത്രീക്ക് സേഫ്റ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ പെൻഷനായാലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമാണെങ്കിലും സാധാരണക്കാർക്ക് ഇതെല്ലാം മുടങ്ങുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ്? അതങ്ങനെയാണല്ലോ രാഷ്ട്രീയത്തിലെ ശവക്കുഴിയിലോട്ട് എടുത്തുകൊണ്ട് പോകാറായാലും ഇവർ കസേര ഉപേക്ഷിക്കാതെ തൂങ്ങിക്കിടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവർക്ക് മെയ് അനങ്ങാതെ സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവർക്ക് പിന്നാലെ സ്തുതി പാടി നടക്കുന്ന അണികളാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ഇവർ രക്തസാക്ഷികളെ ഇവർ സമ്പാദിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സൃഷ്ടിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് ഇവരാക്കണം. ഈ മാസപ്പടി കിട്ടുന്നവരാരെങ്കിലും അങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഈ ചാകാൻ പോകുന്ന ചാവേറുകൾ നോക്കുന്നുണ്ടോ? അവരാ ശ്രദ്ധിക്കേണ്ടുന്നത്. ഞാൻ ഒരിക്കലും നേതാക്കന്മാരെ കുറ്റം പറയുകയല്ല. ഇവർക്ക് പുറകെ കൈകൊട്ടി സ്തുതി പാടി പോകുന്ന ഈ സാധാരണക്കാരായ ജനങ്ങളെ മാത്രമേ ഞാൻ കുറ്റം പറയുള്ളൂ. ജനങ്ങൾ എന്നുവരെ ബോധവാന്മാരാകുന്നില്ല അന്നുവരെ ഈ രാഷ്ട്രീയ നാടകം നടന്നുകൊണ്ടിരിക്കും. ജാതി മതമൊക്കെ ആയാലും 10 വർഷം മുമ്പ് വരെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരുന്നു. ആ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. ഞങ്ങൾ ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ മുസ്ലിം ആണോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ദീപാവലിയും ഹോളിയും ക്രിസ്മസും എല്ലാം ഒന്നിച്ച് ആഘോഷിക്കും, ഒരു പാത്രത്തിൽ കഴിക്കും, ഒന്നിച്ച് നടക്കും, ഹനുമാൻ ചാലീസ പാടാൻ പോകും, രാമനവമി ആഘോഷിക്കാൻ പോകും, ക്രിസ്മസിന് പോകും, എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് കൈകൊട്ടി പാടി വേഷങ്ങളും ധരിച്ച് നടന്നിരുന്നത്. ഇത് ഞങ്ങൾക്ക് പേടിയോ ഒരു അമ്പലം മുറ്റത്ത് ചെല്ലാൻ. ഇന്നും ക്രിസ്ത്യാനിയാണ്, ദളിതന്മാരെ അടുക്കാൻ സമ്മതിക്കുകയല്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഇന്നും വന്നിരിക്കുന്നു. കൈക്കൂലി അഴിമതി രഹിതം എന്ന് പറഞ്ഞാൽ അഴിമതി ഏറ്റവും അധികം കൂടിയിരിക്കുന്ന കാലഘട്ടമായത്. ഞാനൊരു കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരിയായിരുന്നു. അഴിമതി അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വിജിലൻസ് പൊക്കിക്കൊണ്ട് പോകുമായിരുന്നു, ആക്ഷൻ എടുക്കുമായിരുന്നു. ഇന്ന് ശിക്ഷാ നിയമങ്ങളെ വെറും ബുക്കുകളിലായിപ്പോയി. കടുത്ത ശിക്ഷ കൊടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ നോക്ക്, എത്ര പേർക്ക് 70,000 കോടിയുടെ അഴിമതി, അത്ര അഴിമതി കോടികളെന്ന് പറയുന്നു. BJPയിലൊരു മിസ് കോൾ കൊടുക്കാൻ അവൻ പുണ്യവാളനായി പോയി. അങ്ങനെ രാഷ്ട്രീയ പാർട്ടി തന്നെ അവരെ സംരക്ഷിക്കുന്നുണ്ട്. നമുക്ക് അഴിമതി എവിടെ ഇല്ലാതാകുന്നു? ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം തന്നെ നമ്മളെടുത്ത് നോക്കാം. ഓരോ കാര്യം നോക്കുമ്പോൾ ഇന്ന് ദാരിദ്ര്യത്തിലോട്ട് തന്നെ പോവുകയും പണക്കാരൻ പിന്നെയും പണക്കാരനാവുകയാണ് ചെയ്തിരിക്കുന്നത്. വിരലെണ്ണ നമ്മുടെ നാട്ടിലെ ഒരിക്കലും നമ്മുടെ സാധാരണ ജനങ്ങൾ എന്നുവരെ ബോധവാന്മാരാകുന്നില്ല അന്നുവരെ നമുക്കൊരിക്കലും ഒരു മേൽഗതി ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോ ഇലക്ഷനിലും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇതിനകത്തൊരു മുഖ്യ പങ്കുണ്ട്. സ്ത്രീകൾ എത്രയും കൂടുതൽ തിരിവോടുകൂടെ ഓരോ കുടുംബത്തിൽ എത്ര വോട്ടുണ്ടോ അവർ സ്ത്രീകൾ ബുദ്ധിപരമായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കാമെന്ന രീതിയിൽ ഭംഗിയായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്ത്രീകൾ കൂടുതലായി മുന്നോട്ട് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ടീച്ചറെ മറ്റൊരു കാര്യം, ഇപ്പം തിരുവനന്തപുരത്ത് CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം നടത്തുകയാണ്. അതായത് അവർ മികച്ച രീതിയിൽ വിദ്യാഭ്യാസം നടത്തി സർക്കാരിൻ്റെ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടും അവർക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതുപോലെ കേരളത്തിലെ പല ലിസ്റ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതായത് നമ്മളുടെയൊക്കെ മക്കളാണെങ്കിലും
മികച്ച രീതിയിൽ പഠിച്ചിട്ടും ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ വരുന്നു. അതേസമയം തന്നെ സർക്കാരുകളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ഇപ്പം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് CPMൻ്റെ നേതാക്കന്മാരും ബന്ധുക്കളുമെല്ലാം ഇതേ സർക്കാർ ജോലികളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുകയും പിന്നീട് പതിയെ സ്ഥിരമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം മികച്ച രീതിയിൽ പഠിച്ചിട്ടും സർക്കാർ ജോലിയിലേക്ക് നമ്മുടെ സാധാരണക്കാരുടെ മക്കൾക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് സംസ്ഥാനത്തില്ലേ? അതിനെങ്ങനെയാണ് കാണുന്നത്? അത് പച്ചയായ സത്യമാണല്ലോ. സർക്കാർ ജോലി എന്നത് ഇന്നത്തെ സാധാരണക്കാർക്ക് അഭിലഷണീയമായിട്ട് അനുവദിച്ചിട്ടില്ല. അതെല്ലാം പാർട്ടി ബേസിൽ അങ്ങ് കടന്നു പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതേ സാഹചര്യമാണ്. ഇപ്പോൾ PSCയുടെ ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും തഴയപ്പെട്ട എത്രയോ കുട്ടികളുടെ മരണം നമ്മൾ കണ്ടു. ഇതൊന്നും സർക്കാരിന് യാതൊരു വിഷയമില്ല. നീ എത്താലും വേണ്ടില്ല, അവളി എത്താലും വേണ്ടിയില്ല, എൻ്റെ ഗ്രൂപ്പ് അങ്ങ് കയറട്ടെ, എൻ്റെ സ്തുതി പാഠകർ വർദ്ധിക്കട്ടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ എനിക്കിതിൽ കൂടുതൽ വേദന തോന്നിയത് ഇന്നത്തെ നമ്മുടെ വന്യമൃഗ ആക്രമണമാണ്. എത്രയോ നിരപരാധികൾ അതിനകത്ത് അവസാനിച്ചു പോയി. ഇതിനൊരു ഉത്തരം ഇന്നും കൂട്ടമായിട്ടൊരു ആലോചന ഇന്ന് സ്റ്റേറ്റുകൾ തമ്മിൽ നടന്നോ? ഇല്ല. ഇന്നും കേൾക്കും, ഇത് തന്നെ നാളെയും കേൾക്കും. 10 ലക്ഷം കൊടുത്ത് അതിന് ഫണ്ട് വന്നു, അത് കൊടുത്ത് അവസാനിച്ചു. അപ്പോൾ ഈ ഒരു വിഷയം അതിൽ കൂടുതൽ വേദനിക്കുക. അതുപോലെ മറ്റൊന്നുള്ളത്, ഈ ഞങ്ങളൊക്കെ ഇതിൻ്റെ പെൻഷൻ മേടിക്കുന്നവരാണ്. മറ്റുള്ളവരെ ചിന്തിച്ച് ഈ സാമൂഹ്യ പെൻഷൻ മേടിക്കുന്നവരെ മുഴുവനും ഒരു 6-7 മാസമായിട്ട് കണി കാണാൻ അവർക്ക് പൈസയില്ല. ഈ കഴിഞ്ഞ ദിവസം TV കണ്ട് കരഞ്ഞു പോയി. ഞാൻ ഒരു അമ്മയും മകളെന്ന് പറയുന്നത് ഒരു ഇത്തിരി പ്രശ്നമുള്ള കുട്ടിയാണ്. ഈ അമ്മ കരയാണ് നിന്നുകൊണ്ട്. ജോലിക്ക് പോകാൻ അവർക്ക് നിവൃത്തിയില്ല. 7 മാസം എൻ്റെ സാമൂഹ്യ പെൻഷൻ കിട്ടാതെ ഞാൻ ആരോട് പറയും? ഞാനൊക്കെ മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതാവുള്ളൂ. അപ്പോൾ ഈ മരണം ഞങ്ങൾക്ക് വാരി ഇങ്ങ് തരണതാണ്. ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല. ദിവസങ്ങളോളം പട്ടിണി കിടന്ന് മരിക്കുക എന്നുള്ളത് ഇത് നമ്മുടെ ഈ സർക്കാരിൻ്റെ ഒരു വല്ലാത്ത പോക്ക് തന്നെയാണ് ഈ പോക്ക്. മറ്റു കാര്യം, അതായത് നമ്മുടെ BJP പറയുന്നത് കേരളത്തിൽ CPMഉം കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ ബാന്ധവമുണ്ടെന്നാണ്. തിരിച്ച് CPM പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ ബാന്ധവമുണ്ടെന്നാണ്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നോക്കുമ്പോഴാണെങ്കിലും മണ്ഡലങ്ങളിലെ പ്രചാരണം നോക്കുമ്പോഴാണെങ്കിലും CPMഉം BJPയും തമ്മിലൊരു അന്തർധാരയില്ലേ? പലയിടത്തും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും പ്രചാരണത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും CPMന് സാധ്യതയുള്ളിടത്ത് CPMന് വോട്ട് ചെയ്യാനും BJPക്ക് സാധ്യതയുള്ളിടത്ത് BJPക്ക് വോട്ട് ചെയ്യാനും ഇരു പാർട്ടികളും തമ്മിലൊരു നീക്കുപോക്കായിട്ടില്ലേ? അല്ല, അത് പണ്ട് മുതലേ ഇവിടെ എന്ന് തുടങ്ങി BJPയുടെ ജനസംഘം എന്ന് പറയുന്ന കാലഘട്ടം മുതൽ CPMഉം ഈ ജനസംഘം അന്തർധാര സജീവമാണ്. അതിപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. LDF കൺവീനറും അതുപോലെ തന്നെ മോഡി നേരിട്ടിറക്കിയ ഒരു കേന്ദ്രമന്ത്രി, സ്ഥാനാർത്ഥിയായിട്ട് തലസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ റിസോർട്ട് രാഷ്ട്രീയത്തിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത് അവരുടെ അന്തർധാര ഇവിടെ ആരോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്കാർക്കും ജനങ്ങളുടെ വിഷയങ്ങളിലൊന്നും ചർച്ച ചെയ്യാനോ അവരുടെ പരിഹാരം കാണാനോ ഉള്ള ഒരു താല്പര്യവുമില്ല. അവർക്ക് അവസാനത്തെ ഇപ്പോൾ ഇതുപോലെ റിസോർട്ട് രാഷ്ട്രീയം അതിലേക്ക് എത്തിപ്പെടുക എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് മീൻസ് അതാ അവർക്കത് മതി. അത് CPMഉം BJPയും വളരെ വ്യക്തമായി അവർ എന്താ പറയുക ഐഡിയോളജിക്കലായിട്ട് തന്നെ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നീക്കിക്കൊണ്ടിരിക്കുക. അണികൾ ഈ പറഞ്ഞ പോലെ അവർക്ക് സിന്ദാബാദ് വിളിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സത്യം. എൻ്റെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയനായ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ചർച്ചയാവുന്നുണ്ട്. അതായത് കാരുണ്യ ബെനവലൻ്റ് പദ്ധതി, സാധാരണക്കാർക്ക് ആശുപത്രികളിലും മറ്റും കാരുണ്യയിൽ നിന്ന് വലിയ സഹായം വരുന്നു. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സഹായ പദ്ധതികളൊന്നും തന്നെ നമുക്ക് കാര്യമായി കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സർക്കാരുകൾ നടത്തിയിരുന്ന മിക്ക പദ്ധതികളും ഇപ്പോൾ നിലച്ചിട്ടുമുണ്ട്. ഇപ്പം നമ്മളൊരു ആശുപത്രിയിൽ പോയാൽ തന്നെയൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ പെൻഷൻകാർക്കൊരു മെഡിസെപ്പ് പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചു. ആവിഷ്കരിച്ച ഉടനെ 500 രൂപ വെച്ച് പിടിക്കാനും തുടങ്ങി. ഞങ്ങൾ ആ കാർഡ് കൊണ്ടുപോയാലും വളരെ വലിയ ഉപകാരമൊന്നും അതുകൊണ്ട് ഉണ്ടാവാറില്ല. പൈസ കൊടുത്താൽ നമുക്ക് ഡോക്ടറെ കാണാം,
നമ്മൾ എന്ത് ടെസ്റ്റ് വേണമെങ്കിലും നടത്താം, ഇതൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയ്യോ ഇതിനുള്ള നിങ്ങൾക്ക് വേണ്ട ഡോക്ടർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആശുപത്രിയിലേക്ക് ഓടണം. ഒരു രോഗിയായി ചെല്ലുന്ന ആളുകൾക്ക് ഇങ്ങനെ ഓടാനോ കൂടെ പോരുന്നവർക്ക് ചിലപ്പോൾ പരിചയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റു ഡോക്ടറെ കാണണം, മറ്റു ആശുപത്രികളിൽ പോകണം എന്ന് പറഞ്ഞാൽ അപ്പം തൽക്കാലം എന്തെല്ലാം പൈസ ട്രാവലിംഗ് വരെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് പോയി എന്നിരിക്കട്ടെ, അവിടെ ആ ആശുപത്രി ചെല്ലുമ്പോൾ പറയുക ഇതിനുള്ള ഡോക്ടേഴ്സ് അവിടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ന ആശുപത്രിയിൽ പോകും. അപ്പം ഞങ്ങൾക്കൊരു യാതൊരു ഗുണവുമില്ല ഈ പരിപാടി കൊണ്ട്. ഈ മെഡിസേപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. വളരെ കുറച്ച് പേർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടും, കിട്ടിയിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുള്ളൂ. പലർക്കും ഇങ്ങനെ കിട്ടാത്ത ഒരവസ്ഥയാണ് കേട്ടിരിക്കുന്നത്. ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടില്ല, ഇത് ഭാഗ്യക്കുറി അത് മന്ത്രിമാർക്ക് വേണ്ടിയിട്ടാണ്. അത് അവരെയാണ് ഭാഗ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പൈസ ഈ പാവങ്ങൾക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഭാഗ്യം അടിക്കണത് മന്ത്രിമാർക്കാണ്. ഒരാഴ്ചയിൽ ഓരോ ദിവസം 40 രൂപയുടെ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അവനൊരു ഭാഗ്യം കൊടുക്കുക, അല്ലാണ്ട് നാട്ടുകാർക്കൊന്നുമല്ല ഭാഗ്യം. അത് മാറി, ആ ചിന്താഗതിയൊക്കെ മാറി. ഇപ്പം വന്ദേ ഭാരത് വന്നപ്പം വലിയ എന്തോ സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ രാജ്യത്ത് റെയിൽവേ രംഗത്ത് വലിയ കുതിപ്പ് പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഓടുന്ന പല ട്രെയിനുകളായാലും റെയിൽവേ സ്റ്റേഷനുകളാണെങ്കിലും റെയിൽവേ ഒരുപാട് കാതലായ മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെയാണ് വന്ദേ ഭാരത് കൊണ്ടുവന്നിട്ട് വലിയ എന്തോ വിപ്ലവം റെയിൽവേ രംഗത്ത് ഉണ്ടായി എന്നൊരു പ്രചാരണം മോദി സർക്കാർ നടത്തുന്നത്. അതിനെ എങ്ങനെയാണ് റെയിൽവേ അത്ര മുന്നേറിയോ ഈ ഭരണകാലത്ത്? ഇല്ല, റെയിൽവേ മുന്നേറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് ലാലു പ്രസാദിൻ്റെ ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. ഇവിടെ ഒ രാജഗോപാൽ ഭരിച്ച് റെയിൽവേ മന്ത്രി ആയിരുന്നല്ലോ, സഹമന്ത്രി ആയിരുന്നല്ലോ. എന്നിട്ട് ഇവിടെ എന്തുണ്ടായി? പക്ഷേ അത് ലാലു പ്രസാദ് നടത്തിയ ഖരീബ് സാധാരണക്കാരന് വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടത്, അല്ല പണക്കാർക്ക് വേണ്ടിയല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇവിടെ ഇപ്പം വന്ദേ ഭാരത് എന്ന് പറയുന്ന ഇതിൽ സാധാരണക്കാരന് പോകാൻ സാധിക്കുമോ? അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടോ? ഇല്ല. ഖരീബ് രഥി എന്ന് പറഞ്ഞ ഒരു ട്രെയിൻ ഇവിടെ ഓടിയിട്ടുണ്ട്. അതാരായിരുന്നു? ലാലു പ്രസാദ് കൊണ്ടുവന്നതാണ്, UPA ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അതുപോലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ രാജ്യത്തിന് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം, അല്ലാതെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളല്ല. ചേട്ടാ, ഇത് സാധാരണക്കാരുടെ സർക്കാരുകളാണോ അതോ മുതലാളിമാരുടെ സർക്കാരുകളാണോ? രണ്ടും. തീർച്ചയായിട്ടും മുതലാളിമാരുടെ സർക്കാർ തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റുകാർ പറയണം കേട്ടോ. ഇവിടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണം കൊണ്ട് നേടിയിട്ടുള്ളത് ടോപ്പ് ടീം മാത്രമേ ഉള്ളൂ. ഏറ്റവും തുച്ഛമായ ശതമാനം ഉള്ള ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഇതുകൊണ്ട് ഈ കോർപ്പറേറ്റുകൾക്കല്ലാതെ സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്? ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുന്നുണ്ട്, എത്ര കോടി രൂപ വടക്കേന്ത്യയിലെ പഞ്ചസാര കമ്പനികളും മറ്റേ ഫാക്ടറികളും ഒക്കെ പിരിച്ചെടുക്കും. അവർക്ക് കൊടുക്കാം, കാരണം ഇതിൻ്റെ നേട്ടം കിട്ടുന്നത് അവർക്ക് തന്നെയാണ്. അദാനി അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കല്ലാതെ സാധാരണക്കാർക്ക് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഈ മോഡി സർക്കാരിൻ്റെ നേട്ടം കൊണ്ട് കിട്ടാൻ പോകുന്നില്ല, കിട്ടിയിട്ടുമില്ല. ഒരു മോഡി സർക്കാർ 6000 രൂപ സാധാരണക്കാർക്ക് കൊടുക്കുമെന്നും പറഞ്ഞ് ഒരു സ്കീമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ഞാനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഇൻകം കൂടുതലാണോ, നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ മറുപടി എനിക്ക് കിട്ടി. ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പറഞ്ഞു ആൾക്കാർക്ക് 2000 രൂപ വെച്ച് മോഡി സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു അപ്ലൈ ചെയ്തിട്ട് ഇതേവരെ അപ്ലൈ ചെയ്തല്ലാതെ ഒരു ഇന്നുവരെ എനിക്ക് അറിയാം ഒരു അവിടെ നിന്നും കിട്ടിയിട്ടില്ല. അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്തത്. അക്ഷയക്കാർക്ക് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഈ വാഗ്ദാനങ്ങളല്ലാതെ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇലക്ഷൻ വരുമ്പോൾ കുറേ വാഗ്ദാനങ്ങളും പ്രകടന പത്രികകളൊക്കെ തയ്യാറാക്കി വിതരണം ചെയ്യാമെന്നുള്ളതല്ലാതെ അത് പ്രായോഗികമാക്കുക എന്നുള്ളത് വെറുതെ ഒരു ചടങ്ങിന് ഇങ്ങനെ ചെയ്യുന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായി. ഇപ്പോൾ പെട്രോളിന് ഇപ്പോൾ 50 പൈസ 25 പൈസ അതിന് കുറച്ചു. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ 15 രൂപ കൂട്ടും, 15 രൂപ കൂട്ടും. ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഓരോ ഗ്യാസിന് കുറച്ചു, പെട്രോളിന് കുറച്ചു, എല്ലാത്തിനും ഇലക്ഷൻ കഴിയുന്നവരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ കൊല്ലം ഇലക്ഷൻ നടന്നു നോക്കണേ. എല്ലാം മോദിയുടെ ഗ്യാരണ്ടി. എന്താ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി അല്ല, മോഡിയുടെ ഗ്യാരണ്ടി. എല്ലാം എന്ത് ഭാഗത്തിന്റെ ഗ്യാരണ്ടി? ഞാൻ മനസ്സിലാക്കണം, ഈ പെട്രോളിന് 2 രൂപ ബസ് കൂട്ടിയത് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എൻ്റെ അങ്ങനെയാണ്. ആ ക്ഷേമ പെൻഷൻ ഇവിടെ പെട്രോൾ കൂട്ടിയതല്ലാതെ ആർക്കും ഇപ്പോൾ 7 മാസമായി ഈ മാസം കൊടുത്തു. ഈ പ്രളയത്തിന്റെ സെസ്സും സമീപകാലം വരെ ഗവൺമെന്റ് പിരിച്ചിട്ടുണ്ട്. പ്രളയത്തിന്റെ സെസ് ഇപ്പൊ നോക്കൂ, ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ റോഡ് വികസനം ഇവിടെ വരുന്നുണ്ട്.
ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ആ റോഡ് വികസിച്ചതിന് ശേഷം വീണ്ടും പോക്കറ്റിൽ നിന്ന് പിഴിയാണ്. കാരണം ടോളുകളാണ് വരുന്നത്. ഓൾറെഡി എടുത്തു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് GST വഴിയൊക്കെ മേടിച്ചു കഴിഞ്ഞു. അത് വെച്ചിട്ടാണ് ഈ പണിയെന്ന് പറയുന്നത്. എന്തായിക്കോട്ടെ, അതിനുശേഷം വീണ്ടും നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓരോ കിലോമീറ്ററിന് വീണ്ടും നമ്മളേത് പോക്കറ്റിൽ പോവാണ്. പിന്നെ ആർക്ക് വേണ്ടിയാണ് ചെയ്യണത്? അതിന്റെ സാധാരണക്കാരനും സാധാരണ റോഡ് പോലെ അത് ചിന്തിക്കുന്നില്ലായിരുന്നു. നമ്മള് മനസ്സിലാക്കേണ്ടതേ അതിന്റെ മുടക്ക് കാശിന്റെ ഇരട്ടി കാശ് ടോളായിട്ട് പിരിച്ചു കഴിഞ്ഞു. വീണ്ടും പിരിച്ചോണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, മോഡി പാർലമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടുന്നു പറഞ്ഞു. 400 സീറ്റ് തീർച്ചയായിട്ടും കിട്ടുന്നു പറഞ്ഞു. അവര് ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആശങ്ക നല്ലൊരു ശതമാനം ആളുകൾ പറയുന്ന ഒരു ആശങ്കയാണ്. 400 സീറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇലക്ഷനത്തിന് അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ 400 സീറ്റ് കിട്ടും. പക്ഷെ 400 സീറ്റ് കിട്ടിയാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, അവര് പതിയെ 1 നേഷൻ 1 പാർട്ടി എന്നുള്ളൊരു രീതിയിലേക്കാണ്. ഒരു വർഷം കഴിഞ്ഞാലല്ല പാർലമെന്റിന്റെ മുമ്പിലുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ മാറ്റുമോ? അവിടെ ഒന്നല്ലേ സവർക്കറുടെ അല്ലെങ്കിൽ ഗോഡ്സെയുടെ പ്രതിമ വയ്ക്കുവര്. അങ്ങനെ അവര് ഭരിക്കുന്ന എല്ലാ സ്ഥലത്തും ഗാന്ധി അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ലല്ലോ. അമിത്ഷായ്ക്കാണെങ്കിലും മോഡിക്കാണെങ്കിലും ഗാന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേശീയ. അവിടെ നമ്മളെ ഗാന്ധിയുടെ കാര്യമാണ് അവർക്ക് 400 സീറ്റിന്റെ ഏറ്റവും വലിയ കഷ്ടം. ഭഗവാൻ അത് വരാണ്ടിരിക്കട്ടെ. അല്ല, ഒരിക്കൽ മനോരമ കണ്ടതാണ്, ആർക്ക് വോട്ട് ചെയ്താലും വോട്ട് ചെയ്ത് വീണത് താമരയ്ക്ക് വടക്കേണ്ടിയില് കണ്ടില്ലേ? പേപ്പർ കണ്ടാണ്. എവിടെ വോട്ട് കുത്തിയാലും വോട്ട് ചെയ്ത് വീണ് താമരയില. പിന്നെ ഇതിനെ വോട്ട് ഇനി ആൾ ജയിച്ചെന്ന് പ്രഖ്യാപിച്ചാൽ പോരെ? അതുകൊണ്ടാണല്ലോ മെഷീനിൽ വോട്ട് ചെയ്യുന്ന സ്ലിപ്പ് പുറത്ത് കാണിക്കണം, കൗണ്ട് ചെയ്യണമെന്ന് പറയുന്നത് അവർ സമ്മതിക്കാത്തത് അതുകൊണ്ടല്ലേ. ആ സ്ലിപ്പ് കൗണ്ട് ചെയ്യണം. അവരെന്താ ചെയ്യാന്നറിയാമോ? ഈ കേരളം പോലുള്ള ചെറിയ സ്റ്റേറ്റിൽ അവർ ചെയ്യില്ല. മധ്യപ്രദേശ്, UP പോലെ വലിയ സ്റ്റേറ്റിൽ അവർ ഈ കളവ് ചെയ്യുള്ളൂ. കേരളം പോലെ മിസോറാം അങ്ങനെ അവർ ചെയ്യൂല അങ്ങനെ. അപ്പോൾ അവർക്ക് കൂടുതൽ സീറ്റുള്ള സ്ഥലത്ത് വേണം ഇങ്ങനെ കൃത്രിമം കാട്ടാനായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് 2 സർക്കാരുകൾക്കും എതിരായ ഒരു വലിയ ജനവികാരം പ്രകടപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇവിടെ എറണാകുളത്ത് BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇപ്പൊ ഇവിടെ ഈ മീഡിയക്കാരെ സഭ പലതും നടത്തി. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരാന്ന് പോലും ആയിട്ടില്ല. അതിനുമുമ്പ് റിസൾട്ട് ആയി കഴിഞ്ഞു. അതിനുമുമ്പ് റിസൾട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. ഇവിടെ 2 സർക്കാരുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ ജനം എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നും ഈ പറഞ്ഞതിനപ്പുറം ഇനിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം അതിൻ്റെ എല്ലാ ആവേശത്തോടെയും കടന്നു പോകുമ്പോൾ തീർച്ചയായും 2 സർക്കാരുകൾക്കെതിരെയുള്ള ഒരു ജനവിധി തന്നെയാകും തിരഞ്ഞെടുപ്പിൽ പ്രകടമാകുക. തീർച്ചയായും വിദ്വേഷ രാഷ്ട്രീയത്തിനും അതോടൊപ്പം തന്നെ വികസനമില്ലായ്മയൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ ജനം ആർക്കൊപ്പമാണെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. വീക്ഷണം ചൂണ്ടുവിരൽ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും മറ്റൊരിടത്ത് ചൂണ്ടുവിരലുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.